പുറത്തേക്ക് എത്തിച്ച ശേഷം ഈ വാഹനം തിരികെ വന്ന് വീണ്ടും അപ്പോൾ ഈ പുഴയോരത്ത്, അതായത് മുകളിലേക്ക് കടക്കാൻ കഴിയില്ല, പക്ഷേ പുഴയുടെ ഓരത്ത് കുടുങ്ങിയ ആൾക്കാരെയൊക്കെ അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും കൃത്യമായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുക കൂടിയാണ് NDRF, അല്ലേ? തീർച്ചയായും സാധ്യമായ രീതിയിലെല്ലാം സൈനിക വാഹനം കടന്നു ചെല്ലാൻ കഴിയുന്ന എല്ലാ മേഖലയിലും എത്തി അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സുരക്ഷിതരായി പുറത്തെത്തിക്കുക എന്ന വലിയ ഒരു ദൌത്യമാണ് ഇവിടെ ഇപ്പോൾ സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈന്യത്തിനൊപ്പം തന്നെ ഈ നാടിന്റെ സൈനികരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഒരേപോലെ തന്നെ ഇവിടെയുണ്ട്. ഇവരൊക്കെ തന്നെ ജീവൻ കയ്യിൽ പിടിച്ചെന്ന് പറയാം. അത്തരത്തിൽ മണിക്കൂറുകളായിട്ട് അവിടെ കാത്തു നിൽക്കുന്നവരായിരിക്കും. അവരൊക്കെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നതിന്റെ ഒരു ആശ്വാസമാണ് നമുക്ക് അവിടെ എല്ലാ മുഖത്തുനിന്നും കാണാൻ കഴിയുന്നത്. ഇനി സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക്, സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക്. ഈ പ്രാദേശിക ക്ലബ്ബാണ്. സൈനിക വാഹനത്തിലാണ് അവരെത്തിച്ചത് മാത്രം. പർച്ചേസ് ചെയ്തതാണ്. നാട് ഒന്നയക്കുകയാണ്. നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും ഒരു ഭേദവുമില്ലാതെ ആളുകളെ രക്ഷിക്കുവാനും അവരെ തിരിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനൊക്കെ ഇവിടെ കൈമൈ മറന്നു ഒന്നിച്ചിരിക്കുന്നു. അതിന്റെ ഒരു രക്ഷപ്പെടുത്തുന്നതിന്റെ തത്സമയ ദൃശ്യമാണ്. ഈ ഒരു ദിവസം നമുക്ക് ആശ്വസിക്കാൻ ഇത്തരം കാഴ്ചകൾ മാത്രമായിരിക്കും ഒരുപക്ഷെ നൽകാനാവുക. കാരണം ജീവിതത്തിലേക്ക് വിലപ്പെട്ടതാണ്, സന്തോഷം നൽകുന്നതാണ്. ആളുകൾ സുരക്ഷിതരായിട്ട് അവരുടെ ജീവൻ കയ്യിൽ പിടിച്ച് മണിക്കൂറുകളും കാത്തുനിന്ന് അവർ സുരക്ഷിതരായിട്ട് തിരിച്ചെത്തുന്നതിന്റെ കാഴ്ച അത്രമാത്രം വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നതല്ല. അത്രമാത്രം വണ്ടി വന്നുകൊണ്ടാണ് ഇപ്പൊ എത്താൻ കഴിയുന്നത്. കുറിച്ചെടുക്കാൻ കഴിയില്ലല്ലേ? ഭക്ഷണം വല്ലതും കഴിച്ചിരുന്നുണ്ട് സമയമായിട്ട് എത്തിച്ചു വന്നിരുന്നു അല്ലേ? ഇവരെയൊക്കെ വാഹനത്തിന് ഇറങ്ങുന്ന നടപടികൾ അനുമോദ് പറയുന്ന പോലെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ പ്രതീക്ഷയുടെ ദൃശ്യങ്ങളാണ്. എത്ര പേരെയാണ് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നത്. എത്രയോ സ്ത്രീകളും പ്രായമായവരൊക്കെ ഈ ദൃശ്യങ്ങൾക്കകത്തുണ്ട്. അപ്പോഴും ഒരു ആശങ്ക, ഈ കുടുങ്ങിക്കിടക്കുന്നവരിലും ഇതുപോലെ തന്നെ ആയിരിക്കുമോ ആൾക്കാർ? ഇതുപോലെ പ്രായമായവരൊക്കെ അതിനകത്തും കാണില്ലേ? എങ്ങനെയാണ് അവരെയൊക്കെ പുറത്തെത്തിക്കുക? അപ്പോഴെന്താ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രതീക്ഷയുടെ ദൃശ്യങ്ങൾ അതുകൂടി ന്യൂസ് 18-ലൂടെ പുറത്തു വരുന്നു. നിർഭാഗ്യവശാൽ മരണസംഖ്യ ഉയർന്നു. അത് പറയേണ്ടതായിട്ട് വരുന്നു. നൂറുകണക്കിന് ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നുള്ള സൂചനകളും ആശങ്കകളും പങ്കുവെക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോഴും ഇതാ പ്രതീക്ഷയുടെ ചില ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, ദുരന്തത്തിൽ മരിച്ച ശ്രേയ, കൽപ്പറ്റ MNSM കോളേജിൽ 2ാം വർഷ BCom വിദ്യാർത്ഥിനി. മരിച്ച ആൾക്കാരെയും തിരിച്ച് അറിഞ്ഞ് വരികയാണ്. കൽപ്പറ്റ കോളേജ് വിദ്യാർത്ഥിനിയായിട്ടുള്ള ശ്രേയ മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ശ്രേയയുടെ പടം കൂടിയാണ് ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷബീർ നമുക്കൊപ്പം ചേരുന്നു. ഷബീർ,